പേര് അനീഷ് ആൻ്റണി. ഈശോയും ഷെയ്ഖ് സ്തുതിയായിരിക്കട്ടെ. ഞാനിന്നിവിടെ 2022 ഓഗസ്റ്റ് 23 എടുത്ത ഉടമ്പടിയുടെ അനുഭവസാക്ഷ്യം പറയാനായിട്ടാണ് നിൽക്കുന്നത്. ഈ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കാനായിട്ട്, ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയാനായിട്ട്, ഈ അനുഭവസാക്ഷ്യം പറയാനായിട്ട് മാതാവ് എനിക്ക് അവസരം തന്നതിനും എൻ്റെ ജീവിതത്തിലേക്ക് നൽകിയ ആ വലിയ അനുഗ്രഹത്തിനും നന്ദി പറയാനാണ് ആദ്യമേ തന്നെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുതായി ഞാൻ കൊണ്ടു നടന്ന എൻ്റെ കുടുംബം തകർന്നതിൽ നിന്ന് എന്നെ രക്ഷിച്ചതിനെ പറ്റിയുള്ള സാക്ഷ്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ കോവിഡ് സമയത്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കുടുംബത്തിൽ എല്ലാ രീതിയിലുള്ള സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായിട്ടും എല്ലാ രീതിയിലും നല്ല ഉയർച്ചയും കാര്യങ്ങളെല്ലാം തന്നെ ദൈവം തന്നിട്ടുണ്ട്. യാതൊരുവിധ കുറവും കാര്യങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരിക്കുമ്പോഴാണ് കോവിഡ് സമയത്ത് 2021 സമയങ്ങളിലാണ് ഞാനും വൈഫും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ അത് സീരിയസ് ആയ ഒരു ഇഷ്യൂ ആവുകയും ഞങ്ങൾ തമ്മിൽ പിരിയാനുള്ളൊരു രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും 2021 സമയത്ത് അവൾ കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെയുള്ളൊരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും വലിയ രീതിയിൽ കൊണ്ടു നടന്ന് എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ മരിക്കണോ ജീവിക്കണോ എന്നറിയില്ല. ഞാനൊരു ജോലി ചെയ്യണ ഷിപ്പിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് കടലിലേക്കെടുത്ത് ചാടി ജീവിതം അവസാനിപ്പിച്ച് കളഞ്ഞാലാന്ന് വെച്ചാൽ അവർ ജീവിച്ചോട്ടെ, സ്വന്തമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ എന്ന് അങ്ങനെയുള്ള ചിന്തഗതിയിലൊക്കെ വന്നപ്പോഴാണ് പ്രാർത്ഥനയിൽ തന്നെ ആശ്രയിച്ചു, വേറെ രീതിയിലും പോവാതെ പ്രാർത്ഥനയിൽ തന്നെ ആശ്രയിച്ച് നിൽക്കുമ്പോഴാണ് 2022 ഓഗസ്റ്റ് മാസത്തിൽ ഉടമ്പടി എടുക്കാനായിട്ട് വീട്ടിൽ വരുന്നൊരു ചേച്ചി, മേരി ചേച്ചി എന്നോട് പറഞ്ഞു, നീ പോയിട്ട് ഉടമ്പടി എടുക്കടാ, ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കുടുംബം തിരിച്ചു കിട്ടും. അപ്പോഴേക്കും ഡൈവോഴ്സിൻ്റെ കേസും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രോപ്പർട്ടി കാര്യങ്ങളായിട്ടുള്ള വലിയ കേസുകളും കാര്യങ്ങളായിട്ട് ഞങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയും തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. 2021 ഓഗസ്റ്റിൽ വന്ന് ഉടമ്പടി എടുത്ത് അപ്പോഴാണെങ്കിൽ കുട്ടികളെ കാണാനോ അവരെ അടുത്ത് പോകാനോ ഒന്നും എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. വെക്കേഷനിൽ വരുമ്പോൾ ജസ്റ്റ് പള്ളിയിൽ പോയി അവരെ കാണും, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ പിള്ളേരൊന്നും എൻ്റെ അടുത്തേക്ക് അങ്ങനെ അറ്റാച്ച് ആവണമെന്നില്ല, വരുന്നില്ല. പക്ഷേ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി പിറ്റേ ദിവസം കുട്ടികൾ ഞായറാഴ്ച പള്ളിയിൽ വന്നിട്ട് എന്നോട് പണി വന്ന് പറയണം, അപ്പച്ചൻ്റെ കൂടെ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരെയാണ്. അവർ രണ്ടുപേര് വന്ന് എൻ്റെ കൂടെ നിന്ന് അന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ തിരിച്ചവരെ കൊണ്ടാക്കി അവരുടെ അടുത്തേക്കാക്കി ഞാൻ തിരിച്ച് ഷിപ്പിലേക്ക് പോയി. അപ്പോൾ എനിക്ക് മാതാവിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, മാതാവ് എൻ്റെ കുടുംബത്തെ തിരിച്ചെനിക്ക് കൊണ്ടുവന്ന് തരുമെന്നുള്ളൊരു പൂർണ്ണമായിട്ട് ഉറപ്പ് എനിക്ക് അന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത് സമയത്ത് തന്നെ എൻ്റെ കൈക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു, പല ബുദ്ധിമുട്ട്, ശാരീരിക അസ്വസ്ഥതകൾ, ഇതൊക്കെ തന്നെ അങ്ങനെ അസ്വസ്ഥതകളും വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ ഡോക്ടറിൻ്റെ പോയപ്പോഴൊക്കെ ആണെങ്കിൽ അത് വിരലാണെങ്കിൽ ആകെ 2 വിരൽ ജോലിക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇത് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുടുംബത്തെ തകർച്ചയിൽ നിന്ന് എങ്ങനെയായാലും മാതാവ് കൊണ്ടുതരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ അങ്ങനെ പ്രാർത്ഥിച്ച് കാരുണ്യ പ്രവർത്തികളും കാര്യങ്ങളിലൊക്കെ ഇത് ചെയ്തും ഷിപ്പിലായിരിക്കുമ്പോഴാണെങ്കിൽ ഓൺലൈനിൽ കുർബാനകൾ കാണാനായിട്ട് പറ്റാവുന്ന അവസരങ്ങളിൽ പള്ളിയിൽ പോകാനും പുറത്തിറങ്ങുമ്പോൾ പള്ളിയിൽ പോകാനും കുർബാന കാണാനും അതുപോലെ തന്നെ ജപമാല മുടക്കാതെ ചെല്ലാനും മാതാവിന് കത്തെഴുതുക, അങ്ങനെയുള്ള കുറേ ശീലങ്ങളിലേക്കൊക്കെ ഞാൻ കടന്നു നിന്ന് വേറെ രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല രീതിയിലുള്ള പ്രേരണകളും കാര്യങ്ങളും ആൽക്കഹോളായിട്ട് വേറെ രീതിയിലൊക്കെ പ്രേരണകളൊക്കെ തന്നെങ്കിലും ഞാൻ അതിലേക്കൊന്നും ഇത് ചെയ്യാതെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിൽ തന്നെ ആശ്രയിച്ച് എൻ്റെ കുടുംബത്തെ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ഇതിലായിട്ട് തന്നെ മാതാവ് അതിനെ അനുഗ്രഹിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടെ ആയിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ മാതാവിൻ്റെ കഴിഞ്ഞ ഈ മാസം ജൂൺ 21 അതിക്കും മുന്നേ അപ്പോഴേക്കും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നുവെച്ചാൽ പിള്ളേർ വരെ സംസാരിക്കാനും ബ്ലോക്ക് ചെയ്തിട്ട് ഫോൺ കോളുകളെല്ലാനും ഓപ്പണാക്കാനും വൈഫായിട്ട് ഇടക്കിടക്ക് സംസാരിക്കാനുള്ളൊരു ഇത് വരാനും പൂർണ്ണമായിട്ട് എനിക്കും അവളോട് ക്ഷമിക്കാനും പരസ്പരം ഒരു സംസാരിക്കാനുള്ളൊരു ഇത് മുന്നോട്ട് പോകാനുള്ളൊരു ഇതും അവളും എന്നോട് സംസാരിച്ച് നമ്മളുടെ തമ്മിലുള്ള എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് തോന്നി മാതാവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. മാതാവ് എനിക്ക് വേണ്ടി കൊണ്ടുതരും, എൻ്റെ കുടുംബത്തെ തിരിച്ചു കൊണ്ടുതരും, അവളെയും കൂട്ടി മാതാവ് വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ജൂൺ മാസം 19 ഞാനിവിടെ വന്നു. രാവിലെ ഞാൻ എത്തി. ഞാൻ വൈകിട്ട് അവളെ പോയി ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, വാ നമുക്ക് വീട്ടിലേക്ക് പോകാം, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അവളും കുഞ്ഞുങ്ങളും തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്തോടെ എൻ്റെ കുടുംബം പൂർണ്ണമായിട്ട് പഴയ രീതിയിൽ തന്നെ പൂർണ്ണമായിട്ട് എനിക്ക് മാതാവ് തിരിച്ചു തന്നു.
ഈ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ഞാനിവിടെ ഈ അനുഭവസാക്ഷ്യം പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ മാതാവിനോട് എനിക്ക് നന്ദി പറയുന്നതിനൊപ്പം തന്നെ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സും കാര്യങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ കൂടി നിൽക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് എൻ്റെ ഒരു അനുഭവസാക്ഷ്യം മറ്റുള്ളവർക്കൊരു പ്രേരണയായിട്ട് തിരിച്ചെടുക്കാനും കുടുംബത്തെ തിരിച്ചെടുക്കാനുള്ളൊരു ശക്തി എല്ലാവരിലും മാതാവിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നതുകൊണ്ട് തിരിച്ചു കിട്ടുമെന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ലെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും ആ ബോധ്യം കൊടുക്കുവാനും കൂടിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ അനുഭവസാക്ഷ്യം പറയുന്നത്. അപ്പോൾ എൻ്റെ കുടുംബത്തോടൊപ്പം ജോഷുവയുടെ 24:15 വചനത്തിൻ്റെ കോർട്ടിൽ, അത് കഴിഞ്ഞ് ഞങ്ങൾ കോർട്ടിൽ പോയിരുന്നു. 19 തീയതി തിരിച്ചു വന്നു. 27 തീയതി കോർട്ടിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പിയറൻസിന് പോയി. കോടതിയിൽ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും വിഡ്രോ ചെയ്യുകയാണ്, എല്ലാ കേസും കാര്യങ്ങളൊക്കെ വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ ജഡ്ജി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത്? പറഞ്ഞു 1 മാസമായി, ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടാണ്, പഴയ പോലെ തന്നെ ജീവിച്ചു പോകുന്നു. അപ്പോൾ എല്ലാ കേസും ഞങ്ങളുടെ എല്ലാം പിൻവലിച്ചു. ഞങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി 3 കുഞ്ഞുങ്ങളോടൊപ്പം ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിലും ഞങ്ങളുടെ കുടുംബത്തെ പ്രത്യേകം ഓർക്കുക. ഇനിയും മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്കായിട്ടും മാതാവിൽ പ്രത്യേകിച്ച് ആശ്രയിച്ച് ജീവിച്ചു പോകാനുള്ള കൃപയ്ക്കായിട്ടും ഉടമ്പടിയിൽ നിലനിന്ന് ജീവിതാവസാനം പോകാനുള്ള കൃപയ്ക്കായിട്ട് ഇതിനെല്ലാവരുടെയും പ്രാർത്ഥന സഹായം ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. പിന്നെ കൈയുടെ ഇതിന് ഉടമ്പടി തൈലം പുരട്ടി കൈക്ക് ഈ 2 വിരൽ എനിക്ക് വർക്ക് ചെയ്യാന്നതിൽ ബുദ്ധിമുട്ട് വന്നു. ഈ വിരൽ 2 അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിരൽ ഇങ്ങനത്തെ അവസ്ഥയിലായി. ഗ്ലൗസ് ഇടാനായിട്ട് എനിക്ക് ജോലി ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയപ്പോഴും അവർ പറഞ്ഞത് എല്ലാ വിരലിലേക്കും വരും, അങ്ങനത്തെ ഒരു അസുഖമാണ്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു അസുഖമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് അവർക്കൊരു മരുന്നും ഡിസിഷനായിട്ട് പ്രത്യേകിച്ച് തരുന്നില്ല. അപ്പോഴാണ് ഞാൻ എന്തായാലും മാതാവിനോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് മാറുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട് മാതാവിൻ്റെ തൈലം പുരട്ടാൻ തുടങ്ങി. മരുന്നൊക്കെ നിർത്തി മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ വിരലുകളെല്ലാം നേരെയായി. ഇപ്പോൾ ഈ കൈ ഗ്ലൗസ് ഇടാനോ ഈ കൈ അനക്കാനോ പിടിക്കാനോ ഒന്നും ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ എൻ്റെ വിസയുടെ ഒരു കാര്യത്തിനും കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ച മുന്നേ വിസക്ക് ഡേറ്റിന് വേണ്ടി ചോദിച്ചപ്പോഴും വിസക്ക് ഡേറ്റിന് വേണ്ടി ചോദിച്ചപ്പോൾ കിട്ടിയത് ഒക്ടോബറിലാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഓഗസ്റ്റിൽ പോകണം, അടുത്ത മാസം പോകണം. അപ്പോൾ എനിക്ക് വിസ തരുന്നത് 2 മാസം കഴിഞ്ഞിട്ടാണ് അപ്പോയിൻമെൻറ്റ് തരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ എനിക്ക് വിസ കിട്ടിയിരിക്കുന്നത്, ഇങ്ങനെ വിസയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഏത് കാര്യം നടക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ തന്നെ കമ്പനി പറയാണ്, പേടിക്കണ്ട, നീ ടെൻഷൻ ആവണ്ട, ഇനി നിൻ്റെ വിസയുടെ ഈ മാസം തന്നെ ഈ 9-ാം തീയതി എനിക്ക് വിസ അപ്പോയിൻമെൻറ്റ് എടുത്തു തന്നു കമ്പനി. അങ്ങനെ എനിക്ക് 27-ാം തീയതി പോകാനുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഓർക്കുക. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈശോ സ്ഥിതിയായിരിക്കട്ടെ. നിർത്തുന്നു. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനമാണ്. ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്നു. ഇനിയിപ്പോൾ കോടതിയിൽ നിന്ന് വിധി വരേണ്ട താമസമേ ഉള്ളൂ. തങ്ങളുടെ വൈവാഹിക ജീവിതം തകർന്ന് 2 വർഷത്തോളമായി അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ തൻ്റെ കുടുംബത്തെ തിരിച്ചു പിടിക്കണം. അതൊന്നു മാത്രമാണ് അനീഷ ആൻ്റണിയുടെ ആഗ്രഹമുള്ളത്. ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം. ഷിപ്പിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് കടലിൽ ചാടി മരിച്ചു കളയാം, അങ്ങനെയാണ് ഈ മകൻ ഓർക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന തൻ്റെ ജപമാലയും പ്രാർത്ഥനയും പിന്നീട് 2-2.5 മണിക്കൂറുകളോളം കപ്പലിലാണെങ്കിലും കപ്പലിന് പുറത്താണെങ്കിലുമൊക്കെ അങ്ങനെ ഉടമ്പടി എടുത്തത് വഴി അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ അന്ന് വരെ തന്നെ കാണുമ്പോൾ വരാതിരുന്ന മക്കൾ അടുത്തു വരുന്നു എന്നാണ് പറയുന്നത്. അവർ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ തൻ്റെ വൈഫിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ പിന്നീട് കുടുംബത്തെ ചേർത്ത് പിടിക്കാനായിട്ട് അമ്മ ഇവരുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. അമ്മയെ നടുക്ക് നിർത്തിക്കൊണ്ടാണ് തകർന്ന കുടുംബം പ്രാർത്ഥിക്കുന്നത്. അതായത് ഈ മകനാണ് അതിനുവേണ്ടി മുൻകൈ എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അമ്മയുടെ കരുതലും കാവലും ഇവർക്ക് ലഭിച്ച്
തിരുവചനം പറയുന്നത് പോലെ നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഈ മകൻ തനിക്ക് മറ്റ് പല ലഹരിയിലേക്കോ അങ്ങനെയൊക്കെ പോകാമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നുമല്ല, ഈ മകൻ പ്രാർത്ഥനയിലൂടെയുള്ള ഒരു ശക്തിയിലേക്കാണ് ഈ മകന് ഉടമ്പടി ജീവിതം വഴി പിന്നീട് പോകാൻ പറ്റിയത്. അങ്ങനെ ഈ മകൻ പശ്ചാത്തപിക്കുമ്പോൾ ഇന്ന് തന്നെ അത്ഭുതം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകളാണ്, കരങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ തൻ്റെ കുടുംബം ഇന്ന് ഒന്നിച്ചു നല്ല രീതിയിൽ കുടുംബജീവിതം മുമ്പോട്ട് പോകുന്നു എന്ന് പറയുന്നു. അതുപോലെ തൻ്റെ വിരലിനുണ്ടായിരുന്ന അസുഖം, അതായത് വിരൽ മടങ്ങി തന്നെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു അസ്വസ്ഥതകൾ മാറുന്നതും തൻ്റെ വിസയ്ക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുന്നതും എല്ലാമായിട്ട് ഇന്നിവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയുകയാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പാളിച്ചകൾ ഉണ്ടെങ്കിൽ, നമ്മെ തന്നെ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതെവിടെയെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള നമ്മെ തന്നെ അസസ് ചെയ്യാനുള്ള ഒരു കൃപ നമുക്ക് തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ഉടമ്പടി ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ട് അമ്മയ്ക്കും ഈശോയ്ക്കും സാക്ഷ്യം വഹിക്കുവാൻ, ദൈവം മഹത്വപ്പെടുവാൻ, നമ്മുടെ ജീവിതം വഴി അനേകർക്ക് ഒരു ആശ്വാസമാകുവാൻ നമ്മെയും ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.